സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെയും 4-ാമത്തെയും അധ്യായമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്നത്. പ്രാരംഭമായി നമുക്ക് 2 വാക്യങ്ങൾ ആ അധ്യായങ്ങളിൽ നിന്ന് വായിച്ചിട്ട് ദൈവദിന ധ്യാനം ആരംഭിക്കാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും ഒന്ന് വായിക്കണം പ്രാരംഭമായി. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. 4-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗം. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. ഈ അധ്യായങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഈ പ്രവചന പുസ്തകത്തിന്റെ പശ്ചാത്തലം ഞാൻ 1-2 വാക്കിൽ പറയട്ടെ. പ്രത്യേകിച്ചും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒരു ചരിത്ര സംഭവം നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഈ പ്രവചന പുസ്തകത്തിലെ സന്ദേശം വ്യക്തമാകത്തുള്ളൂ. ആ പശ്ചാത്തലങ്ങളിലേക്ക് ഡീറ്റെയിലായിട്ട് ഇപ്പോൾ ഞാൻ പറയാൻ സമയമെടുക്കാതെ ഒറ്റ വാക്കിൽ ആ സംഭവം ഒന്ന് പറഞ്ഞിട്ട് സന്ദേശം പുരോഗമിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന പശ്ചാത്തലങ്ങൾ അപ്പോൾ പറയാം. സക്കറിയാവ് പ്രവചിക്കുന്ന കാലഘട്ടം ഏതാണ്? സക്കറിയാവ് പ്രവചിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആലോചനയെ മറുതലിച്ച് ദൈവം അവർക്ക് നൽകിയ ന്യായപ്രമാണങ്ങൾ അനുസരിക്കാതെ നിമിത്തം ദൈവത്തോട് ചെയ്ത ഉടമ്പടികളിൽ ലംഘനങ്ങൾ വന്നതുകൊണ്ട് ദൈവം പ്രവാചകന്മാരിൽ കൂടെ അവരോട് വാൺ ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയ പ്രവാസത്തിലേക്ക് അവർ കടന്നുപോയി. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബാബിലോൺ ക്യാപ്റ്റിവിറ്റി നമുക്കറിയാം. 70 വർഷം നീണ്ടു നിൽക്കുന്ന ബാബിലോൺ പ്രവാസത്തിലേക്ക് അവർ കടന്നുപോയി. ദൈവം യെരമ്യാവിൽ കൂടെ പറഞ്ഞിരുന്ന പ്രവചനം 70 വർഷമായിരിക്കും ഈ പ്രവാസം. 70 വർഷം കഴിയുമ്പോൾ ജനത്തെ അവിടുന്ന് ദൈവം പുറപ്പെടുവിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഇത് നമ്മൾ വായിക്കുന്നത് എസ്രാ പ്രവാചകനല്ല, എസ്രാ ശാസ്ത്രി. ഈ പ്രവചന പുസ്തകം പ്രസംഗിക്കുന്നുണ്ടാണ്. ഏത് പുസ്തകം എടുത്താലും പ്രവചനം എന്നായിരുന്നു. അപ്പോൾ എസ്രാ ശാസ്ത്രിയുടെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലാണ് ഇതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കിടക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ പിന്നീട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അത് മാത്രമേ ഞാൻ എടുത്തു പറയുന്നത്. മടങ്ങി ദേശത്തേക്ക് വരുമ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആവേശം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ആലയം വീണ്ടും പണിയണം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രൈഡ് ആലയമാണ്. ഞങ്ങളുടെ ആലയത്തെ ശത്രു നശിപ്പിച്ചു. ഇപ്പോൾ ഇതാ ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടുവന്ന് ആലയം പണിയാൻ അവസരം ലഭിക്കുകയാണ്. സെരുബാബേൽ എന്ന് പറയുന്ന നേതാവിൻ്റെ കീഴിൽ ജനം പ്രവാസത്തിൽ നിന്ന് ആവേശത്തോടെ വന്നു സ്വന്തം നാട്ടിൽ പണി ആരംഭിച്ചു. എസ്രാ ശാസ്ത്രിയുടെ പുസ്തകത്തിൽ അടിസ്ഥാനമിട്ട സംഭവമൊക്കെയുണ്ട്. വളരെ സെലിബ്രേഷനോടെ ആഘോഷത്തോടെ അടിസ്ഥാനമിട്ട് പണി ആരംഭിച്ചു. പക്ഷെ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഈ ആലയത്തിന് പണിക്കെതിരെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ആലയത്തിൻ്റെ പണി ഉഴപ്പിപ്പോയി. ദൈവം ജനത്തെ വിളിച്ച ദൗത്യം, ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുപോയ പ്രധാന ലക്ഷ്യത്തിൽ നിന്നവർ വഴുതിപ്പോയി, വീണുപോയി. പണി നിന്നെന്ന് പറഞ്ഞാൽ ഏകദേശം ഹഗ്ഗായും സക്കറിയാവും ഒരേ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരാണ്. അവരുടെ കാലമാകുമ്പോഴത്തേന് ഒരു 10-15ഓളം വർഷം കഴിഞ്ഞു. അടിസ്ഥാനമിട്ടിട്ട് പണി പുരോഗമിക്കുന്നില്ല. അടിസ്ഥാനം മാത്രമേ ഉള്ളൂ, പണി നടക്കുന്നില്ല. അതിനെതിരെ പുറത്തു നിന്നും അകത്തു നിന്നൊക്കെ വിവിധ പ്രതിസന്ധികൾ, പണി ഉഴപ്പിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് സക്കറിയാവിനെയും
ഹഗ്ഗായിയും ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവരെ വീണ്ടും യഹോവയുടെ ആലയത്തിന്റെ പണിയിലേക്ക് തിരിച്ചു വിളിക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം. അത് നമ്മുടെ മനസ്സിലിരിക്കണം. വാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയെങ്കിലേ കഴിയത്തുള്ളൂ. നമ്മൾ എടുത്ത അധ്യായം 3-4 അധ്യായം സെഖറിയ പ്രവാചകന്റെ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 6 അധ്യായങ്ങൾ നോക്കിയാൽ 6 അധ്യായങ്ങളിൽ 8 ദർശനമാണ് സെഖറിയാവിന് ലഭിക്കുന്നത്. 8 ദർശനങ്ങൾ 1, 2 എന്ന് പറഞ്ഞ 1-ാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണാം. നമ്മൾ എടുത്ത അധ്യായങ്ങളിലേക്ക് വന്നാൽ 3-ാമത്തെയും 4-ാമത്തെയും അധ്യായത്തിൽ 4-ാമത്തെയും 5-ാമത്തെയും ദർശനങ്ങളുടെ വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനു മുൻപ് നടന്ന ദർശനങ്ങളിൽ എന്തുവാണ് ആ ദർശനങ്ങളുടെ പ്രധാന സന്ദേശം എന്ന് ചോദിച്ചാൽ, ഇതിനു മുന്നേ ഞാൻ പ്രസംഗിച്ച പ്രവാചകന്മാരുടെ സന്ദേശം പോലല്ല. നമ്മൾ ഇതിനു മുൻപ് ധ്യാനിച്ച ആമോസാകട്ടെ, യെരമ്യാവാകട്ടെ, വിലാപങ്ങളുടെ പുസ്തകമാകട്ടെ, ഇതെല്ലാം ന്യായവിധി വരുമെന്നാണ്, ഇതെല്ലാം നാശം വരുമെന്ന് പ്രവചിച്ച ന്യായവിധിയുടെ സന്ദേശമായിരുന്നു. പക്ഷെ ഇവിടെ സെഖറിയാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ദർശനങ്ങളിൽ കൂടെ ദൈവം പറയാണ്, ന്യായവിധിയിലേക്ക് പോയ ജനത്തിൻ്റെ അടുത്തേക്ക് കരുണയോടെ ദൈവം വരുമെന്ന് പറയാ. നിങ്ങൾ ദൂരേക്ക് ചിതറിപ്പോയി, നിങ്ങളുടെ മതിലുകളെല്ലാം തകർന്നു പോയി. പക്ഷെ ദൈവം പറയുക, നിങ്ങളുടെ പട്ടണത്തിന് ചുറ്റും ഒരു തീ മതിലായി ഞാൻ നിന്ന് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയുടെ സന്ദേശമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ വേജാം പാട്ടിൽ എഴുതിയപ്പോഴും പറഞ്ഞു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ നിങ്ങളെ തൊട്ടു പല ജാതികൾ, പക്ഷെ അത് എൻ്റെ കണ്ണിനകത്ത് കുത്തുന്നത് പോലായത് കൊണ്ട് ഞാൻ ജാതികളെ ന്യായം വിധിച്ച് നിങ്ങളെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയുടെ സന്ദേശങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് വായിച്ചാൽ ദൈവരാജ്യത്തെ പറ്റിയും ഈ നമ്മൾ വെളിപ്പാട് പുസ്തകം, എസ്കറ്റോളജി, മില്ലേനിയവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന വളരെ അറിയാവുന്ന ഭാഗങ്ങളുണ്ട്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന അധ്യായത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കാം. 3-4 അധ്യായം. എന്തുവാണ് ഇന്നത്തെ സന്ദേശം? സിമ്പിൾ മെസ്സേജ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജാണ്. ഇറ്റ്സ് വെരി പ്ലെയിൻ, ഡയറക്റ്റായിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം. ഇന്നത്തെ സന്ദേശം 3-4 അധ്യായത്തിൽ 2 പ്രശ്നം, 2 പ്രോബ്ലംസ് ആൻഡ് ഗോഡ്സ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. എന്തുവായിരുന്നു അവരുടെ പ്രധാന ദൗത്യം? ആലയം പണിയാണ്. പക്ഷെ പണി പുരോഗമിക്കാൻ കഴിയാത്ത നിലയിൽ 2 പ്രധാന പ്രശ്നം പ്രവാചകൻ പ്രശ്നം പറയുക മാത്രമല്ല, പ്രശ്നത്തിനുള്ള പരിഹാരവും അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 3-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നമ്മളിവിടെ വായിച്ചല്ലോ. എന്തുവാണ് ഇവിടുത്തെ വിഷയമെന്ന് ചോദിച്ചാൽ, അവിടെ എഴുതിയിരിക്കുന്ന 3-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഒന്ന് വരണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. 3-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ ദർശനത്തിൽ കാണുകയാണ് ഒരു കോടതി മുറി, ഒരു കോടതിയുടെ സെറ്റിംഗ്. കോടതിയിൽ ജഡ്ജിയായിട്ട് യഹോവയുടെ ദൂതൻ ഇരിക്കുന്നു. ഒരു സൈഡിൽ കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് അന്നത്തെ ജനത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്ന ജോഷുവ നിൽക്കുക. ഈ തടവുകാരൻ അല്ലെങ്കിൽ ഈ കുറ്റക്കാരനെതിരെ വാദിക്കാൻ വേണ്ടി നിൽക്കുന്നത് ജോഷുവയുടെ അടുത്ത് സാത്താൻ നിന്ന് വാദിക്കുക. ഒരു കോടതിയുടെ സെറ്റിങ്ങിൽ താൻ കാണുകയാണ്. നേതാവ് കോടതി മുറിയിൽ നിൽക്കുന്നു. അപവാദം പറഞ്ഞുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട് സാത്താൻ വലത്തുഭാഗത്ത് നിൽക്കുന്നു. എന്തുവായിരിക്കും സ്ഥിതി? എന്തുവാണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണം. 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 3:3. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ പ്രശ്നം വസ്ത്രം മുഷിഞ്ഞതാണ്. പുരോഹിതൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം
മുഷിഞ്ഞ വസ്ത്രം. മുഷിഞ്ഞ എന്ന വാക്ക് ഡിഫൈൽഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ യഥാർത്ഥ അർത്ഥം നമുക്ക് ഈ പറയുന്ന പോലെ തുണി എന്തോ അഴുക്ക് പറ്റി എന്നുള്ള അർത്ഥമല്ല. അറപ്പ് തോന്നുന്ന നിലയിൽ കളങ്കപ്പെട്ടു പോയ വസ്ത്രം ധരിച്ച് പുരോഹിതൻ നിൽക്കുക. 3-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം എന്തുവാണെന്നറിയാമോ? ദി പ്രോബ്ലം ഓഫ് പ്യൂരിറ്റി. 3-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം അശുദ്ധി എന്നുള്ളൊരു പ്രധാന പ്രശ്നമാണ്. അശുദ്ധി. ഇത് സെഖറിയാവ് ദർശനത്തിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പുരോഹിതനെ കാണുമ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരും, ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത പുരോഹിതന്മാരെ താൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിയമപുസ്തകത്തിൽ വിവരണങ്ങളുണ്ട് പുരോഹിതൻ എങ്ങനെയായിരിക്കണം. പുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിവരണം, തൻ്റെ തലയിൽ എങ്ങനെയാണ്, തൻ്റെ ഇന്നർ ഗാർമെന്റ് ഔട്ടർ ഗാർമെന്റ് എങ്ങനെയായിരിക്കണം, വ്യക്തമായ വിവരണങ്ങളെല്ലാം ഉണ്ട്. പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അത് മനസ്സിലാക്കാം. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പുരോഹിതൻ നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം അപ്പോൾ എന്താണ്? ദ പ്രോബ്ലം ഈസ് പ്യൂരിറ്റി, അശുദ്ധി. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതിനോട് ചേർന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ട വേറെ 1-2 ഭാഗങ്ങൾ കൂടെ ഞാൻ പറയാം. യെശയ്യാ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് തനിക്കൊരു ദർശനമുണ്ടായി. ദർശനത്തിൽ കർത്താവിനെ താൻ കണ്ടപ്പോൾ താൻ പറഞ്ഞത് എന്തുവാന്ന് ഓർമ്മയുണ്ടോ? അയ്യോ, ഞാൻ അശുദ്ധൻ, എൻ്റെ അധരം അശുദ്ധമാണ്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ പ്രവേശിച്ചപ്പോൾ വലിയ മീൻപിടുത്തമൊക്കെ നടന്നു. പക്ഷെ അവസാനം പത്രോസ് പറഞ്ഞെന്താ? ഇതേ കാര്യമല്ല, അയ്യോ ഐ ആം എ സിൻഫുൾ മാൻ, എന്നെ വിട്ടുപോകുക, ഞാൻ അശുദ്ധനാണെന്നുള്ള സമ്മതം നടക്കുക. ദ ഫസ്റ്റ് ഇഷ്യൂ ഈസ് അബൌട്ട് പ്യൂരിറ്റി. ഞാൻ ദൈവസഭയിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവസഭയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ പോലെ നമുക്ക് മഹാപുരോഹിതനൊന്നും, പക്ഷെ എന്നാലും ഇന്ന് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നവരാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അത് പ്രസംഗം മാത്രമല്ല, പാട്ടാകട്ടെ, സൺഡേ സ്കൂളാകട്ടെ, യൂത്തിൻ്റെ ആകട്ടെ, ഇഫ് ലൈഫ് ഈസ് നോട്ട് ക്ലീൻ, ജീവിത ശുദ്ധിയില്ലാതെ ശുശ്രൂഷകളിൽ നിന്നാൽ അത് കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രസിനെ ബാധിക്കും. മൈ പ്രേയർ ഈസ് ലോർഡ്, ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞതാണ്, ലോർഡ് ഐ നീഡ് എ ക്ലെൻസിങ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പുരോഹിതന് മാത്രമല്ല, നമ്മൾ എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ് ന്യൂ ടെസ്റ്റമെന്റിൽ. അങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യണം. ഹൗ ഈസ് അവർ ലൈഫ് ടുഡേ? ഞാനിത് വീട്ടിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, വസ്ത്രങ്ങൾ, ചില ക്ലോത്ത് നനയ്ക്കുമ്പോൾ, ചില തുണികൾ നനയ്ക്കുമ്പോൾ ഈ ഷർട്ടിൻ്റെ ഒക്കെ അകത്ത് ഒരു കമ്പനിയുടെ സീലും റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചില തുണികൾ നനയ്ക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് വാഷ് ഇൻസൈഡ് ഔട്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്, ഇൻസൈഡ് ഔട്ട്. സംഭവം ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഔട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ കാണുമ്പോൾ എന്തോ കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, എന്നാലും ടോംസ് രാവിലെ വന്നല്ലോ, എന്തുവാണേലും നല്ല കാര്യം നിങ്ങൾക്ക് പറയാൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുക. പക്ഷെ the question is, God is asking, എൻ്റെ ഇൻസൈഡ് പരസ്യമാക്കിയാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യമല്ലാത്ത പാപങ്ങൾ ജീവിതത്തിലുണ്ടോ? മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നവരോട് ഉൾപ്പെടെയാണ് ഞാൻ എന്നെ സംസാരിക്കുന്നത്. God watches your life which no one else can see.
ആർക്കും കാണാൻ പറ്റാത്തത് കാണാം. എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കാം, പുറമേ മാത്രമേ ജനം കാണത്തുള്ളൂ. പക്ഷെ പരിശുദ്ധനായവൻ കാണുമ്പോൾ, how is my life? If I don't keep my hands clean, ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കുന്നില്ലെങ്കിൽ ഈ സമൂഹത്തിന്, സഭയുടെ തന്നെ പുരോഗതി, മുന്നേറ്റത്തിന് തടസ്സമാകുകയാണെന്ന് തിരിച്ചറിയുക. ഞാൻ ഇന്നലെ പറഞ്ഞൊരു സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ്. പാളയമടിച്ച് കനാനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുക. പല സമയത്തും പാളയത്തിൽ പാപം കടന്നതുകൊണ്ട് യാത്ര മുടങ്ങി. ഒരുവന്റെ പാപം കൊണ്ട് തോറ്റോടി, വേറെ ചിലരുടെ പിറുപിറുപ്പ് കൊണ്ട് യാത്ര മുടങ്ങി. എത്രയോ സംഭവങ്ങൾ. Let us look into our own lives. ഞാൻ അതാണ് പറഞ്ഞത്, യെശയ്യാവിൻ്റെയും ഈ സെക്കറിയാവിൻ്റെ 3-ാമത്തെ അധ്യായവും യേശു കർത്താവും പത്രോസും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നമ്മുടെ മുൻപിൽ വെച്ചിട്ട് നോക്കണം. എൻ്റെ കമ്പാരിസൺ മറ്റൊരാളുമായിട്ടാണെങ്കിൽ ഐ മേ ലുക്ക് ഹോളി, ഞാൻ മിടുക്കനാണെന്നും ഞാൻ അവനേക്കാളും വിശുദ്ധിയുള്ളവനാന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ദർശനം നമുക്കുണ്ടായാൽ, ഈ ദൈവത്തിൻ്റെ കോടതിയുടെ ദർശനം നമുക്കുണ്ടായാൽ, അപവാദം പറയാൻ അനുവദിക്കാതെ നമ്മളെ തന്നെ കാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, 3-ാം അധ്യായത്തിൽ പുരോഹിതൻ നിൽക്കുക മുഷിഞ്ഞ വസ്ത്രവുമായി. അത് ഞാൻ പറഞ്ഞു, പേഴ്സണൽ സിൻ മാത്രമല്ല, ഹി ഈസ് റിപ്രസെന്റിങ് ദ എൻറ്റയർ കമ്മ്യൂണിറ്റി. ആ സമൂഹത്തെ തന്നെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുക ദൈവസന്നിധിയിൽ പാപം നിറഞ്ഞ വസ്ത്രവുമായി. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ള സന്ദേശം അതല്ല. 3-ാമത്തെ 4-ാമത്തെ അധ്യായത്തിലെ സന്ദേശം, ഇറ്റ് ഈസ് നോട്ട് എ മെസ്സേജ് ഓഫ് കണ്ടംനേഷൻ. ഞാൻ അത് ആദ്യമേ പറഞ്ഞു, ഇത് കുറ്റം വിധിക്കുന്ന സന്ദേശം അല്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്തുവാണെന്നറിയാമോ? ഇവിടെ ഒരു വലിയ റിവേഴ്സൽ നടക്കുക. മുഷിഞ്ഞ വസ്ത്രത്തിനൊരു മാറ്റം സംഭവിക്കുകയാണ്. അതാണ് ഞാൻ 3-ാമത്തെ അധ്യായത്തിൽ ഫോക്കസ് ചെയ്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. നോക്കിക്കാം, 3-ാമത്തെ അധ്യായം 4-5 വാക്യം. നമുക്ക് പോലും അത്ഭുതം തോന്നുന്ന നിലയിലുള്ള ദൈവത്തിന്റെ ഇടപെടൽ നോക്കണം. 3-4-5. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം, അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. ഇവിടെ എന്തുവാ സംഭവിക്കുന്നേ? മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിന്ന പുരോഹിതനെ ദൈവത്തിന്റെ കൽപ്പനയാൽ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുകയാ. 3-ാം അധ്യായത്തിലെ സന്ദേശം, God will cleanse his people for his work. തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ജനത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ഇവിടെ കാണണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, ജോഷുവ ഇങ്ങനെ നിൽക്കുമ്പോൾ there is no pretense, അഭിനയവുമില്ല, ഞാൻ നോക്കിയപ്പോൾ ന്യായീകരണവുമില്ല. ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി തപ്പിയനെ. അത്രയും പേരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാമോ? I would have found some way I can come out of the problem. പക്ഷെ ഒന്നും പറയാതെ സമ്മതത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് നമ്മൾ ഇതിനെ ധ്യാനിക്കുമ്പോൾ എത്ര കളങ്കപ്പെട്ടു പോയ ജീവിതമാണെങ്കിലും യേശുവിൻ്റെ രക്തത്തിന് ഇന്നും പാപജീവിതത്തെ കഴുകാൻ ശക്തിയുണ്ടെന്നല്ലേ സന്ദേശം. God will cleanse.
മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ പുത്രന്റെ രക്തത്താൽ പാപത്തെ കഴുകാൻ കഴിയും. ജീവിതം എത്ര മലിനപ്പെട്ടു പോയാലും, എത്ര ദൂരെ എന്ന് ചിന്തിച്ചാലും, അതല്ലേ പ്രവചന പുസ്തകത്തിൽ പറയുന്നത്, കടും ചുമപ്പായ വസ്ത്രത്തെ മാറ്റി ഹിമത്തോലം വെളുപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ അപവാദം പറയാൻ വേണ്ടി സാത്താൻ നിൽക്കുക. പക്ഷെ സമ്മതത്തോടെ ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഭക്തന്റെ മുമ്പിൽ സാത്താനെ ശാസിക്കുന്ന ദൈവപ്രവൃത്തിയോടെ കാണാം. ദി മൗത്ത് ഓഫ് ദി അക്യൂസർ ഈസ് ഷട്ട്. അപവാദം പറഞ്ഞ, കുറ്റം പറഞ്ഞവന്റെ വായടച്ച് ശുദ്ധീകരിച്ച ദൈവപ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് ദൈവപ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ തന്നെ യെസ്, ഇറ്റ് ഈസ് ഗോഡ്സ് ഡൂയിങ്. ശുദ്ധീകരിച്ചതിന് ശേഷം ഈ യോശുവയോട് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ, അതുകൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പെട്ടെന്ന് പോവാം. 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. 3-ന്റെ 6 ദ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഇൻ വാട്ട് ഗോഡ് ഡസ്. 3-6 യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, അടുത്ത വാക്യം കൂടെ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. എന്തുവാ അവിടുത്തെ കാര്യം? ദൈവം ശുദ്ധീകരിച്ചു, വസ്ത്രം മാറ്റി, തലയിൽ വെക്കാൻ മുടിയൊക്കെ നൽകി, അപവാദം പറഞ്ഞ സാത്താന്റെ വായടപ്പിച്ചു. പക്ഷെ ദൈവം ഒരു ഉത്തരവാദിത്വം നൽകുക, ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത് എന്താണ്? there must be a cleansing inside out ആയിട്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചൊരു ശുദ്ധീകരണം ചെയ്ത് പുതിയ ചില കമ്മിറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഈ 40 ദിവസം കഴിയുമ്പോൾ ഇറങ്ങണം. ലോർഡ്, ഞാൻ നടക്കാം, അങ്ങയുടെ വഴിയിൽ നടക്കാം, പഴയ പോലെ ആയിരിക്കത്തില്ലെന്നുള്ള നിലയിൽ ഒരു സമർപ്പണത്തിലേക്ക് കർത്താവ് വിളിക്കുക. അല്ലെങ്കിൽ ഈ 40 കഴിഞ്ഞ് വേറെ 20 വരും, പിന്നെ 3 വരും, പിന്നെ 4 വരും, പിന്നെ ഒരു 1 ഡേ വരും. ഇതിങ്ങനെ കഴിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷെ ജീവിതം മാറുന്ന നിലയിൽ ഒരു സമർപ്പണത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുക. ദാറ്റ് ഈസ് ചാപ്റ്റർ 3. പെട്ടെന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ 1-ാമതായിട്ട് ദൈവം ചെയ്യുന്നത് ക്ലെൻസിങ്, ശുദ്ധീകരണം. അശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചിരുന്ന പുരോഹിതനെ ശുദ്ധീകരിക്കുക. അത് കാണിക്കുന്നത് പാപത്താൽ മലിനപ്പെട്ടു പോയ ജനത്തെ ശുദ്ധീകരിക്കുന്നത് കാണാം. 3-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കണം. അവിടെ യേശു ക്രിസ്തുവിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന സുവിശേഷത്തിൽ കൂടെയുള്ള സാധ്യതകളെ പറ്റിയൊക്കെ 3-ാമത്തെ അധ്യായത്തിലുണ്ട്. അത് നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 4-ാമത്തെ അധ്യായം നമ്മൾ വായിച്ച വാക്യം, അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ. 10-ാമത്തെ വാക്യം, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു, സർവഭൂമിയിലും. മതി. ആ ചോദ്യമാണ് അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, whoever has despised the day of small things shall rejoice. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിച്ചതാര്? ഇവിടെ ഏതാണ് ഈ അല്പകാര്യങ്ങളുടെ ദിവസം? ദ ഡേ ഓഫ് സ്മോൾ തിങ്സ് എന്തിനെ പറ്റിയായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞ ചരിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഈ ഡേ ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞത്, ഇവിടെ പറയുന്നത്, ഒരു പക്ഷെങ്കിൽ ഈ ജനത്തിൻ്റെ ഇടയിൽ ചിലര് നോക്കുമ്പോ വലിയ ആവേശത്തോടൊക്കെ മടങ്ങി വന്നു ജനം ബാബിലോണിൽ നിന്ന്. ഞങ്ങൾ ആലയം പണിയുമെന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനമിട്ടൊരു ദിവസമുണ്ട്. അടിസ്ഥാനമിട്ടപ്പോൾ വലിയ ആഘോഷം നടക്കുക, വലിയ സെലിബ്രേഷൻ നടക്കുക. പക്ഷേ എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ 2 കൂട്ടം ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ചുപേര് പഴയ ദേവാലയം കണ്ടതാ. അതാരാ പഴയ ദേവാലയം? ശലോമോൻ പണിത പഴയ ദേവാലയം കണ്ടവർ. അവര് നോക്കുമ്പോഴേ ഇപ്പോൾ മടങ്ങി വന്ന സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണി തുടങ്ങുന്ന ഈ ആലയത്തിന്റെ അടിസ്ഥാനം അന്നത്തെ ആലയത്തിന്റെ അത്രയും ഒന്നും
ഞങ്ങളുടെ പഴയ ആലയത്തിന്റെ അടുത്തൊന്നും ഇത്, അല്ലെങ്കിൽ ഈ അടിസ്ഥാനം കാണുമ്പോൾ അറിയാമല്ലോ എവിടെ വരെ ഇത് എന്ന് പറയുന്ന പോലെ അടിസ്ഥാനം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് അത്രയൊന്നും പോകത്തില്ല. പിന്നെ അത് തന്നെയല്ല, ആദ്യത്തെ ആലയം ശലോമോൻ പണിയുന്ന സമയത്ത് നമുക്ക് ആ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ചരിത്രം അറിയത്തില്ല. അന്നെന്ന് പറയുമ്പോൾ പണിയാനുള്ള സകല റിസോഴ്സും ആരുടെ കയ്യിലുണ്ട്? ശലോമോന്റെ കയ്യിലുണ്ട്. ദാവീദ് റെഡിയാക്കി വെച്ചതുണ്ട്. ശലോമോൻ അന്ന് പ്രൊമിനന്റ് ആണ്. അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം എല്ലാ റിസോഴ്സും കൊടുക്കത്തക്കവണ്ണം ഹീസ് എ പ്രൊമിനന്റ് കിങ്, എല്ലാം ഉണ്ട്. പക്ഷെ സെരുബാബേൽ വന്ന് അടിസ്ഥാനം ഇട്ടപ്പോൾ ജനം എന്തോ പറഞ്ഞു? അടിസ്ഥാനം മാത്രമേ, ഇതിന്റെ പണി എവിടെ വരെ പോകാൻ, ഇത് പൂർത്തീകരിക്കാനുള്ള പൈസയൊന്നും പുള്ളിയുടെ കയ്യിൽ, അതിനുള്ള മെറ്റീരിയൽസ് ഒന്നും തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അതിനെ തുച്ഛീകരിച്ച ചിലർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 4-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം എന്താ? 4-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം the problem of lack of resource, lack of strength, പണി പൂർത്തീകരിക്കാൻ കരുത്തില്ലാത്ത ജനം, പണി പൂർത്തീകരിക്കാൻ റിസോഴ്സ് ഇല്ലാത്ത ജനം, അടിസ്ഥാനം മാത്രമേയുള്ളൂ, ഇതെങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാതെ നിരാശയിൽ ഡിസ്കറേജ്ഡ് ആയി നിൽക്കുന്ന നേതാവ് ഡിസ്കറേജ്ഡ് ആണ്, ജനവും ഡിസ്കറേജ്ഡ് ആണ്. ഇത് പൂർത്തീകരിക്കാനുള്ള കാര്യം ഞങ്ങളുടെ കയ്യിലില്ല. അതാണ് 4-ാമത്തെ അധ്യായത്തിലെ പ്രശ്നം. ഇതിന്റെ പരിഹാരം എന്താണ്? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? അതാണ് ഈ ദർശനത്തിൽ നമ്മൾ കാണുന്നത്. നോക്കിക്കേ, 4-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, 12-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 2, 3, 12 ആ ദർശനം അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിക്കാമോ? നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് 4-ാം അധ്യായത്തിലെ ദർശനം പറഞ്ഞു വായിച്ചോ. മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തു ഭാഗത്ത് ഒന്നും ഇടത്തുഭാഗത്ത് ഒന്നും, ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. 12-ാം വാക്യം കൂടെ വായിക്കണേ. ഞാൻ 2-ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. എന്ത് മനസ്സിലായി? കൊമ്പ്, ഒലിവ്, എണ്ണ, വിളക്ക്, തണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാക്കാൻ എളുപ്പമാവണമെന്നില്ല. ട്രാൻസ്ലേഷൻസിലും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ സന്ദേശം നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആ സംഭവം ഒന്ന് പറയാം. സക്കറിയാവ് ഒരു ദർശനം കാണുക. ദർശനത്തിലേക്ക് വരുന്നതിന് മുന്നേ 4-ന്റെ ഒന്നുകൂടെ ഒന്ന് വായിച്ച്. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. അങ്ങനത്തെ ശുശ്രൂഷയും ദൂതന്മാര്. കാരണം എന്തോ 1-2 ദർശനം, 8 ദർശനം കാണും, ഉറങ്ങിപ്പോയിന്നേ. പ്രവാചകന്റെ പ്രശ്നമല്ല ഇത്, നമ്മുടെ പ്രശ്നമല്ല. കാരണം പറഞ്ഞ പോലെ എത്ര 100-120 പ്രസംഗം കേട്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ. 8 ആയപ്പോഴേ പ്രവാചകൻ, 4-ാമത്തെ ആളുറങ്ങി. പിന്നെ ദൂതൻ ഇറങ്ങി വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന പോലത്തെ ശുശ്രൂഷകളിലേക്ക് കടക്കേണ്ടി വന്നു. അപ്പം അതെന്തിനാ അങ്ങനെ ചെയ്തെന്നറിയോ? കാരണം അത് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് പറയാ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാ. ഇറ്റ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ്. ദാറ്റ്സ് വൈ ഗോഡ് wakened this prophet. ഈ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാ. ഐ വിൽ ക്ലോസ് ഇൻ 30 minutes. 30 മിനിറ്റ് നിങ്ങൾ എനിക്കിതാ, ഞാൻ നിർത്താം. ഐ ഡോണ്ട് വാണ്ട് ടു പ്രീച്ച് അനദർ സർമൺ. ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് ഇറ്റ് സ്ലോ. ഇവിടുത്തെ ഇഷ്യൂ ഇസ് ദ ഇഷ്യൂ ഓഫ് ലാക്ക് ഓഫ് സ്ട്രെങ്ത്. ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ ബലമില്ല, ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ കഴിവില്ല, അതിനുള്ള റിസോഴ്സ് ഇല്ല, അതിന് പണിയാനുള്ള മെറ്റീരിയൽ ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒരു ദർശനം താൻ കാണുക. ദർശനത്തിൽ ഒരു ലാംപ് സ്റ്റാൻഡ്, വിളക്ക് തണ്ട് എന്നാണ് മലയാളത്തിൽ. ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ആ സന്ദേശത്തിലേക്ക് വരിക. ലാംപ് സ്റ്റാൻഡ്, വിളക്ക് തണ്ട്. വിളക്ക് തണ്ടിൽ നിന്ന് 7 വിളക്കുകൾ, നിങ്ങൾ ഇതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും.
പഴയ നിയമത്തിൽ ഈ ടാബർനാക്കിൾ ഒക്കെ പഠിച്ചപ്പോൾ കണ്ടിട്ടില്ലേ? നടുക്കൊരെണ്ണം ഇങ്ങനെ മൂന്ന് രണ്ട് സൈഡിലേക്ക് ലാംപ് സ്റ്റാൻഡ്. അതാണ് ദർശനത്തിൽ കാണുന്നത്. ഒരു വിളക്ക് തണ്ട്, 7 വിളക്കുകൾ. ഇത് കാണുമ്പോൾ തന്നെ തൻ്റെ ഓർമ്മയിൽ വരും, പഴയ നിയമത്തിലെ ദേവാലയത്തിലും എന്തോ ഉണ്ടായിരുന്നു, ലാംപ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, വിളക്കുണ്ടായിരുന്നു. അതെന്തിനെയാ സൂചിപ്പിച്ചിരുന്നത്? ലേവ്യ പുസ്തകം 24-ാമത്തെ അധ്യായം എടുക്കണ്ട്. അവിടെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: വിളക്കുണ്ട്, 7 വിളക്കുകളുണ്ട്. ഒരു വിളക്ക് തണ്ട്, അതിൽ 7 വിളക്കുകൾ. ആ വിളക്ക് തണ്ട് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ആരത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പുരോഹിതനും മഹാപുരോഹിതന്മാരെല്ലാം കൃത്യമായി എണ്ണ കൊണ്ട്, ഒലിവിന്റെ എണ്ണ ഇടിച്ചെടുത്തത് ജനം കൊണ്ടുവരുന്ന കൃത്യം ഒഴിച്ച് നിത്യമാലയത്തിൽ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്നായിരുന്നു പഴയ നിയമത്തിലെ വ്യവസ്ഥ. അത് സെക്കറിയാവിന്റെ ഓർമ്മയിൽ വന്നു കാണും. പക്ഷെ ആ വിളക്കിൽ നിന്ന് ഈ വിളക്കിനൊരു വ്യത്യാസമുണ്ട്. അതാണ് സന്ദേശം. What is the difference between Zechariah's lampstand and the lampstand of the tabernacle? That is a message. സെഖറിയാവ് നോക്കുമ്പോൾ ആലയത്തിലെ വിളക്ക് തണ്ട് പോലല്ല ഇത്. ഈ വിളക്ക് തണ്ടിന്റെ മേളിൽ, ഈ 7 വിളക്കുകളുടെ മേളിൽ ഒരു കുടമുണ്ട്. There is a bowl. ഒരു കുടമുണ്ട്. കുടം മാത്രമല്ല, ഈ വിളക്കിന്റെ 2 സൈഡിലും ഒലിവ് മരങ്ങളുണ്ട്. താൻ നോക്കുമ്പോൾ ഒലിവ് മരത്തിന്റെ ചില കൊമ്പിൽ നിന്ന് ഒരു പൈപ്പ് വരുന്നുണ്ട്. എങ്ങോട്ട്? ഈ കുടത്തിലോട്ട്. കുടത്തിൽ നിന്ന് 7 വിളക്കിലേക്കും എന്തോ ഉണ്ട്, പൈപ്പുകളുണ്ട്. എന്തോ അതിന്റെ അർത്ഥം? മനുഷ്യരാരും എണ്ണ ഒഴിക്കാതെ തന്നെ ഈ ഒലിവ് മരത്തിൽ നിന്ന് കൃത്യമായി കൊമ്പുകളിൽ കൂടെ എണ്ണ വന്ന് കുടത്തിൽ വീണ്, കുടത്തിൽ നിന്ന് കൃത്യമായി വിളക്കിൽ വീണ് നിരന്തരം ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന ദർശനം. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ 100 ചോദ്യം വരും. വിളക്ക് തണ്ട് എന്തുവാ? വിളക്കുകൾ ഏതാ? കുടം എന്താ? ഒലിവെന്താ? വി വിൽ ഹാവ് സെവറൽ കൺഫ്യൂഷൻസ്. ഇതിനൊത്തിരി നിലയിൽ വ്യാഖ്യാനങ്ങളും ഉണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ വായിക്കുക, കേൾക്കുക. പക്ഷേ സന്ദേശമാണ് പ്രധാനം. വാട്ട് ഈസ് എ മെസ്സേജ്? ഈ വിളക്ക് തണ്ടും ഈ കൊടമും ഈ ഒലിവ് തൈയൊക്കെ കാണുമ്പോഴേ പ്രവാചകൻ ചോദിക്കും, ഇത് എന്തുവാ? വാട്ട് ഈസ് ഇറ്റ്? ദൈവം തന്നെ കാണിച്ച ദർശനത്തിലുള്ള സന്ദേശം പറയുന്നത് 6-ാമത്തെ വാക്യത്തിൽ എന്തുവാണിതെന്ന് ചോദിച്ചതിന്റെ മറുപടിയാ. നോക്കിക്കേ, 6-ാമത്തെ വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ കാണിച്ച ദർശനത്തിന്റെ സന്ദേശം എന്താ? സെരുബ്ബാബേലും മനസ്സുമടുത്ത് പണി ഇനി പുരോഗമിക്കത്തില്ല, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള സോഴ്സ് ഇല്ല, ബലമില്ല, കഴിവില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഈ ദർശനത്തിലൂടെ ദൈവം കൈമാറുന്ന സന്ദേശം എന്താ? ഇത് സൈന്യത്തിന്റെ ബലത്താൽ ചെയ്യുന്ന പണിയല്ല, ഇത് സ്വന്തം ബുദ്ധിയിൽ ചെയ്യുന്നതല്ല. ഈ പണി പൂർത്തീകരിക്കാൻ അമാനുഷികമായ ഒരു ദൈവത്തിന്റെ ഇടപെടൽ, അത് ദൈവം തന്റെ ആത്മാവിനാൽ ചെയ്യുമെന്ന് പറയാം. ക്ഷീണിച്ചിരിക്കുന്ന പ്രവാചകനോടൊപ്പം എന്തോ പറയുന്നേ? മൈ സ്പിരിറ്റ് വിൽ പ്രൊവൈഡ്. എൻ്റെ ആത്മാവ് നൽകും, എൻ്റെ ആത്മാവ് കരുത്ത് നൽകും, എൻ്റെ ആത്മാവ് സോഴ്സ് നൽകും. ഈ പണിക്ക് വേണ്ടത് ഉയരത്തിൽ നിന്ന് മനുഷ്യന്റെ ഇടപെടൽ കൂടാതെ ദൈവം നൽകും. തീർന്നില്ല. സെരുബ്ബാബേലിനോട് തുടർന്നും പറയാ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. ആരാ സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം? സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, ഈ പറഞ്ഞ ചരിത്രം, ഈ പശ്ചാത്തലമൊക്കെ ഇതിനോട് ചേർത്ത് വെക്കണം. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, ഞാൻ 1-2 കാര്യം പെട്ടെന്ന് പറയാം, അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 1-ാമത്തെ മഹാപർവ്വതം എന്ന് പറഞ്ഞാലേ, പഴയ ആലയം ഇവർ വന്ന് ഇടിച്ചു പൊളിച്ചുകൊണ്ട് പോയപ്പോൾ ആ തകർന്ന മെറ്റീരിയൽ എല്ലാം ഒരു പക്ഷേ എവിടെ കിടപ്പുണ്ട്? ഒരു വലിയ മന്ദിരം ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിമെയിൻസ് എല്ലാം അവിടെ കിടപ്പുണ്ട്. അത് കുന്നുപോലെ ഇങ്ങനെ നിൽക്കുക. സെരുബ്ബാബേല് അടിസ്ഥാനം വിട്ടു. പക്ഷെ സെരുബ്ബാബേൽ നോക്കുമ്പോൾ എന്തുവാ? പഴയതിന്റെ ചപ്പും ചവറും നിൽക്കുന്നു. ഈ പുതിയത് പണിയാൻ വേണ്ടി കൊണ്ടുവന്നതെല്ലാം
വീട് പണി നടക്കുന്നിടത്ത് കണ്ടിട്ടില്ലയോ? സാധനം എല്ലാം കൊണ്ടിറക്കി, പക്ഷെ പൂർത്തീകരിക്കാൻ പൈസ ഇല്ല, എന്തുമായിരിക്കും അവസ്ഥ? അപ്പൊ അതെല്ലാം കൂടി ഒരു സൈഡിൽ കിടക്കുന്നു, പഴയതിന്റെ എല്ലാം കിടക്കുന്നു. അപ്പം ഫിസിക്കലായിട്ട് തന്നെ ഒരു മല തന്റെ മുമ്പിൽ നിൽക്കുക. പക്ഷെ ഇതിനേക്കാളും വലിയ മലയുണ്ട്. ഇതിനേക്കാളും വലിയ മല എന്തുവാന്ന് ചോദിച്ചാൽ, ഈ ആവേശത്തോടെ പണിയാൻ വന്നവർക്ക് പഴയ ആവേശമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം ചേർത്ത് വെച്ച് വായിക്കണം. വാക്യം എടുക്കണ്ട, നമുക്കറിയാവുന്ന വാക്യം ഞാൻ പറയാം. അവിടെ ഹഗ്ഗായി പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം ഇതാ: ഇത് കൊള്ളാലോ, നിങ്ങളെല്ലാം നല്ല സുന്ദരമായ തട്ടിട്ട വീട്ടിൽ പാർക്കുക, പക്ഷെ ആലയം ഇപ്പോഴും. അപ്പൊ അടിസ്ഥാനം കൊണ്ട് ഈ മലയെല്ലാം കിടക്കുക. അവർ പണി നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ജനമെല്ലാം എന്തോ ചെയ്തു? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരവരുടെ വഴിക്ക് പോയി. ആലയത്തിന്റെ പണിയേക്കാളും വലിയതാണ് വീടിന്റെ പണി എന്നുള്ള ചിന്ത. അതിന് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും കൊണ്ടുവരണ്ടായല്ലോ. എന്തുവാണ്? ആലയത്തെക്കാളും വലിയ പണിയാണ് വീടിന്റെ പണി എന്നുള്ള ചിന്തയിൽ എല്ലാവരും. പക്ഷെ ഇറങ്ങിയപ്പോഴങ്ങനെ അല്ലായിരുന്നു. ഇറങ്ങിയപ്പോ ആലയം പണിതിട്ട് മതി ബാക്കി കാര്യം എന്ന് പറഞ്ഞു വന്നവരാ. പക്ഷെ വർഷം 10-15 ആയപ്പോഴത്തേന് അവർക്കെല്ലാം സെറ്റിൽമെന്റ് ആയി. പക്ഷെ ആലയം ഇങ്ങനെ കിടക്കാം. അത് മാത്രമല്ല, ഇതിനകത്തിലെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? there was disunity. എന്തുവാ? അനൈക്യതയുടെ പ്രശ്നം എന്താണെന്നറിയോ? അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അനൈക്യതയുടെ പ്രശ്നം, കുറെ പേര് ബാബിലോണിൽ നിന്നും മടങ്ങി വന്നു സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ. അപ്പൊ മടങ്ങി വന്നപ്പോ ഈ യെരൂശലേമിൽ ഓൾറെഡി കുറച്ച് പേര് ഉണ്ട്. അതാരാ? പ്രവാസത്തിന് പോകാത്ത കുറച്ച് പേര് എവിടെ ഉണ്ട്? പ്രവാസത്തിൽ നിന്ന് തെന്നി മാറിയവർ, രക്ഷപ്പെട്ട് അവിടെ തന്നെ പാർത്തവരുണ്ട്. അപ്പോൾ ഈ പ്രവാസത്തിൽ നിന്ന് കുറെ പേര് വരുമ്പോൾ അവരെന്ത് പറഞ്ഞു? സത്യത്തിൽ ദ റിയൽ ചർച്ച് എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളാ. കാരണം ഞങ്ങൾ പ്രവാസത്തിലൊന്നും പോകാതെ ഒരു ശേഷിപ്പ് വന്നവണ്ണം കർത്താവ് ഞങ്ങളെയാണ് നിർത്തിയേക്കുന്നത്. അപ്പൊ ഈ പോയിട്ട് വന്നവർ വിടുവോ? ഈ 3-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ എന്തുവാ? തീയിൽ കൂടെ എടുത്ത കൊള്ളിയാണ് ഞങ്ങൾ. അയ്യോ, അപ്പൊ അവര് വേറെ, പ്രവാസത്തിൽ കൂടെ പോയി വന്നവർ, അവര് പ്രശ്നം. ഇവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ. അവര് തമ്മിൽ. അത് മാത്രമല്ല, ഈ ജനം പോയപ്പോൾ അടുത്തുള്ള ജാതികളെല്ലാം കൂടി ഇതിനകത്ത് അവര് പറഞ്ഞു നിങ്ങളൊക്കെ ഇട്ടേച്ചു പോയപ്പോ ഞങ്ങളാണ്. ഇതിപ്പോ ആകെ വിഷയമാണ്. സെരുബ്ബാബേൽ ഇതൊന്നും അറിഞ്ഞു തുടങ്ങിയതല്ല, പണി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇതിനകത്തിലല്ല എന്തുവാ, ഇതെല്ലാം കുത്തിത്തിരിപ്പാന്നേ, എല്ലാം ഡിസ്യൂണിറ്റിയാ. അടിസ്ഥാനം വിട്ടപ്പോഴാ മനസ്സിലായി ഇത് പല വഴിക്ക്, ഇത് പണി നടക്കുന്ന ലക്ഷണം. യഥാർത്ഥത്തിൽ ഞങ്ങളാണ്. ശോധനയിൽ കൂടെ കടന്നു വന്ന അവരുടെ സാക്ഷ്യം, പിന്നെ ഇവിടെ കൈയടക്കി ബലത്താൽ അത് ഏറ്റെടുത്തവരുടെ സാക്ഷ്യം. ഇത് മാത്രമല്ല, ഇവർ സ്വന്തം വഴിക്ക് പോയി. ഇവർക്കൊരു എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാലേ, ഈ ആലയത്തെക്കാളും വലിയ പണിയാണ് വീടിന്റെ പണി എന്ന് പറഞ്ഞ് പണിയാൻ പോയിട്ട് അവസാനം എന്തോ, അത് ഓർമ്മയുണ്ടോ? പൈസ പേഴ്സിൽ ഇടുന്നുണ്ട്, എന്തോ ഓട്ടയുള്ള സഞ്ചിയിലിടുന്നത് പോലെ. വലിയ വരുമാനമാണ്, വലിയ സംഭവമാണ്, ഇപ്പൊ വെട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷെ പോയതും 20 വർഷമായിട്ട് ഇരിക്കുന്നതല്ല, ഒരേ സ്റ്റേറ്റാ. ഇപ്പൊ ലോകം കീഴടക്കുമെന്ന് പറഞ്ഞ് പോയവരൊക്കെ ഇന്ത്യയെ ഇപ്പോഴും അത്രയൊക്കെ ഉള്ളൂന്നേ, ഒന്നും നടന്നിട്ടില്ല. നത്തിങ് ഹാസ് ഹാപ്പൻഡ്. ഇത് മൊത്തം ഒരു മല പോലെ ആരുടെ മുമ്പിൽ നിൽക്കുക? സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുക. സെരുബ്ബാബേൽ ഇതെല്ലാം കണ്ട് മനസ്സ് മടുത്തു. സെരുബ്ബാബേലിന്റെ തോളിൽ തട്ടിയിട്ടേ സെഖറിയാവ് പറയുന്ന ദൂതാണിത്. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ഇത് നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ സൈന്യത്തിനോ ശക്തിക്കോ കഴിയാത്തത് ദൈവം തന്റെ ആത്മാവിനാൽ നിനക്ക് കരുത്ത് നൽകി നിന്റെ മുമ്പിൽ സമഭൂമി ആയിത്തീരുമെന്നുള്ള ദൂതാണ് ഇവിടെ പറയുന്നത്. Yes, it is immovable. ഇത് മനുഷ്യന്റെ ശക്തിയിൽ അനക്കാൻ പറ്റത്തില്ല. ഇത് ആരുടെ പക്ഷം? സെരുബ്ബാബേൽ നിൽക്കും. ഇത് എവിടെ നിന്ന് പണി തുടങ്ങും? ഒന്നും പറ്റത്തില്ലെന്നേ. പക്ഷെ സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ദൈവം പറയുന്നത് എന്താ? മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി സംഭവിച്ച് ഈ അനൈക്യതകൾ മാറി, ഈ മലകൾ ഇടിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ജനം ഒന്നിക്കുന്ന നാള് വരും. അതിന് കൃപ എന്നാർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. സെരുബ്ബാബേലിന്റെ കൈ അതിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. എന്തുവാ പറയുന്നത്? സെരുബ്ബാബേലിനോട് പറയാ,
നിന്റെ പണി കഴിഞ്ഞിട്ടില്ല. Your work is not over. You are discouraged thinking it is over. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. ആണിക്കല്ല് കയറ്റു എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? ഈ പണി പൂർത്തീകരിച്ച് ഏറ്റവും മേളിൽ വെക്കുന്ന ഒരു കല്ലുണ്ട്. അത് വെക്കുന്നിടം വരെ ഈ പണിക്ക് നേതൃത്വം കൊടുക്കാൻ സെരുബ്ബാബേലിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മളോട് എന്തോ പറയുന്നത്? വാട്ട് ഈസ് ഇറ്റ് ടു ദ ചർച്ച്? ഞാനത് അപ്ലൈ ചെയ്യാതെ തന്നെ ദ മെസ്സേജ് ഇസ് ക്ലിയർ. ഈവൻ ടു ദിസ് ചർച്ച്, ഈ ദൈവസഭയോടും കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. ഡോണ്ട് തിങ്ക് ദ വർക്ക് ഈസ് ഓവർ. പണി കഴിഞ്ഞു, എല്ലാം ആയെന്നുള്ളൊരു ചിന്ത നമുക്ക് പാടില്ല. ദൈവത്തിന് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, വാസന്റെ അനുവാദത്തോടെ ഞാനങ്ങ് പറയാം. ഈ വൺ ട്രിക്ക്, ദ ബെസ്റ്റ് സ്ട്രാറ്റജി, പണി ഉഴപ്പാൻ ഏറ്റവും നല്ല രീതി എന്തോന്നറിയാമോ? ഡിസ്കറേജ് ദ ലീഡർ. ഞങ്ങൾ പാസ്റ്റർമാരാകുമ്പോൾ നമ്മൾ മറ്റ് പാസ്റ്റർമാരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യും. എനിക്ക് തോന്നില്ല, അതിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, സാരമില്ല, ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് മെറ്റ് എൻ ഹാപ്പി പാസ്റ്റർ. മോസ്റ്റ് ഓഫ് ദം ആർ ഫെഡ് അപ്പ്. ഇവിടെ പിന്നെ നമ്മൾ മാറുന്നില്ല, പാസ്റ്റർ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് പാസ്റ്റർ ഈസ് ഹാപ്പി വിത്ത് ദ പീപ്പിൾ. ബട്ട് ഈ അടുത്തതിന് നമുക്ക് ഇതിനേക്കാളും മെച്ചമുള്ളത് പിടിക്കണം എന്നുള്ള നിലയിൽ നിൽക്കുകയല്ല. സത്യത്തിൽ അത് ഒരു സഭയുടെ പ്രോഗ്രസിനെ തടയാനുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി അതാണ്. ലീഡർ ഡിസ്കറേജ്ഡ് ആയാൽ, സത്യമല്ലയോ, പാസ്റ്റർ എന്തോ ഒരു പറക്കുന്ന സ്പീഡിൽ പോയാൽ ജനം കൂടെ ഓടിയാലും എത്തും. പാസ്റ്റർ ഓടുവാണേലോ ജനം, പാസ്റ്റർ നടക്കുവാണേൽ, പാസ്റ്റർ ഇരുത്താനാണ് സഭകളുടെ എല്ലാ ശ്രമം. പലയിടത്തും പാസ്റ്റർമാരെ ഇരുത്തി ജനം. പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ക്ഷീണിക്കാതെ ധൈര്യം പകർന്നുകൊണ്ട് ആത്മാവ് പറയാ, ടേക്ക് കറേജ്. ഈ വേല ദൈവത്തിൻ്റെതാണ്, അതിന് സോഴ്സ് നൽകുന്നത് ദൈവമാണ്. ദൈവമാണ്. മനുഷ്യന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. The source is from heaven. If you trust God, 4:10 ഞാൻ കോട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. 4:10 പറയുന്നത്, ചെറിയ ആരംഭത്തെ തുച്ഛീകരിച്ചു. സ്മോൾ തിങ്സ്, ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിച്ചവർ സന്തോഷിക്കും. ഞാൻ ഇന്നലെയും അത് ധ്യാനിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഈ ദൈവസഭയുടെ ആരംഭം എങ്ങനെയായിരുന്നു? ആരംഭത്തിൽ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ട്. പാസ്റ്ററിൽ നിന്നും അല്ലാത്ത പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്, എ സ്മോൾ ബൈബിൾ സ്റ്റഡി, ചെറിയ ഒരു ബൈബിൾ സ്റ്റഡി. പാസ്റ്റർ പറഞ്ഞത് യോഹന്നാൻ 15 പാസ്റ്റർ ഒന്ന് പ്രസംഗിച്ചെന്ന്. ഇറ്റ്സ് എ സ്മോൾ ബിഗിനിങ്. കണ്ടു നിന്നവരെന്താ പറഞ്ഞാണ്? പുള്ളി ബൈബിൾ സ്റ്റഡി എടുത്തിട്ട് മേ ബി കുറച്ച് പേര് വന്നപ്പോഴെന്താ പറഞ്ഞ, ഇത് മിക്കവാറും ഇങ്ങനെയൊക്കെ അങ്ങ്. പക്ഷെ എന്തോ ആയി, തുച്ഛീകരിച്ചവർ പോലും ഇതിനകത്ത് വന്നില്ലേ? ഇവിടെ ജനം വന്ന് ദൈവം ആത്മാവിൽ സന്തോഷിക്കാൻ ദൈവം കാരണമാക്കിയില്ലേ? ഞാൻ അന്നാ അത് പത്തനംതിട്ടയിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വി ആർ ഡൂയിങ് സ്മോൾ ബിഗിനിങ്സ്. റാന്നിയിലുള്ളവരുണ്ടല്ലോ, തിരുവല്ലയിൽ നിന്ന്. ഇറ്റ് മേ ലുക്ക് സ്മോൾ, പക്ഷെ തുച്ഛീകരിക്കാതെ കൂടെ നിന്നാൽ ഇതിനെ പണിയുന്ന, ഇതിന് സോഴ്സ് പകരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ സഭ കാണും. ഞാൻ കടപ്പുറ സഭയോട് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ചെറിയ ആരംഭം എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, വി ഷുഡ് നെവർ തിങ്ക് ദ വർക്ക് ഈസ് ഓവർ. ഡോണ്ട് തിങ്ക് ദ വർക്ക് ഈസ് ഓവർ. ഇനിയും ഒരു 20 വർഷം മുന്നോട്ട് ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദിസ് വിൽ ലുക്ക് ലൈക്ക് എ സ്മോൾ തിങ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇന്ന് നടക്കുന്നതും ചെറിയതായിരുന്നല്ലോ എന്ന് തോന്നുന്ന നിലയിൽ ഇതിനെ പണിയാൻ ദൈവത്തിന് കഴിയും. ഇഫ് യു ട്രസ്റ്റ് ഗാഡ്, ഡോണ്ട് ട്രസ്റ്റ് എനി ഹ്യൂമൻ. ഞാൻ പറയും 20 വർഷം കഴിയുമ്പോൾ ഞാനുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് us. It is about God's Spirit.
ഈ മക്കളുമാരൊക്കെ ആയിരിക്കും, ഐ ഡോണ്ട് നോ. ബട്ട് വെൻ ദേ ലുക്ക് ബാക്ക്, അവര് പറയാം അന്ന് പാസ്റ്ററും ടോമസ് ഒക്കെ അതൊക്കെ ചെറുത്. ഇപ്പോൾ നമ്മൾ യോഹന്നാന്റെ ബൈബിൾ സ്റ്റഡിയെ പറ്റി പറയുന്നത് പോലെ പറയത്തക്കവണ്ണം ദൈവത്തിന് പ്രവർത്തിക്കാം. But trust God. ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ. 40 days won't be waste. ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ആദിത്യ പറഞ്ഞ പോലെ ഇത് നിർണായകമായ ദിവസങ്ങളായി മാറട്ടെ. ഈ ദിവസങ്ങൾ വെറുതെ ആവത്തില്ല. ചെറിയ ചെറിയ തുടക്കങ്ങളിൽ വലിയ ദൈവ പ്രവർത്തികൾ ഇതിന് ശേഷം സഭ കാണും. അത് വിശ്വസിച്ച് അതിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുക. സോ പറഞ്ഞു വരുന്ന കാര്യം, the source is supplied by God. ദൈവം അമാനുഷികമായി മനുഷ്യന്റെ ഇടപെടൽ കൂടാതെ 2 ഒലിവ് മരത്തിന്റെ കൊമ്പുകളിൽ കൂടെ ആത്മാവിനെ നിരന്തരമായി നേതാവിന് പകർന്ന് ധൈര്യത്തോടെ തന്നെ പണിക്ക് നിർത്തുക. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ ടെക്സ്റ്റിൽ നിന്ന് കാണിച്ച് എൻ്റെ വാക്കുകൾ നിർത്താം. 10 മിനിറ്റ്. ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്. പ്ലീസ് ലിസൺ വെരി കെയർഫുൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള മറ്റ് വ്യാഖ്യാനങ്ങളും മറ്റ് തണ്ടെന്തുവോ കൊമ്പെന്തുവോ ഇങ്ങനത്തെ ചിന്തകളൊക്കെ യു റെസിൽ വിത്ത് ഇറ്റ്, ബട്ട് ടേക്ക് ദ മെസ്സേജ്. ദ മെസ്സേജ് ഈസ് ക്ലിയർ. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ ലീഡ് ദ ചർച്ച് ആൻഡ് ഹിസ് വർക്ക്. ഇനി നോക്കണം, സോഴ്സ് ദൈവമാണ്. സോഴ്സ് ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവാണെന്ന് നമുക്ക് വ്യക്തമായി ഈ വാക്യങ്ങളിൽ. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സെഖറിയാവ് എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് 12-ാം വാക്യത്തിൽ പറഞ്ഞ് ഞാൻ രണ്ടാമതും ചോദിച്ചു. ആവർത്തിച്ച് താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് ആർ ദിസ്? ഇതെന്തുവാ? സെഖറിയാവിന് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യത്തിന്റെ വ്യാഖ്യാനം മാത്രം ഞാൻ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നോക്കിക്കേ, അതിന്റെ 12-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ 2-ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും സംശയം. ഇതെല്ലാം ദൂതും പറഞ്ഞു, സൈന്യത്താലല്ല ശക്തിയാലല്ല, ആത്മാവിനെ പകരും, പണി മുന്നോട്ട് നടക്കും, സെരുബാബേലിന്റെ കൈ തന്നെ ഇതിനെ പൂർത്തീകരിക്കും, ഇതിന് ആണിക്കയിൽ വെക്കും. ഇതെല്ലാം പറയുമ്പോഴും സംശയം സെഖറിയാവിന്. രണ്ടാമത് എടുത്തു വയ്ക്കുക. എന്നാലും ആ കൊമ്പ്, ഈ ആത്മാവിനെ അല്ലെങ്കിൽ ഈ എണ്ണയെ കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്ത കൊമ്പ് ഏതാ? അത് വീണ്ടും ചോദിക്കുക. അപ്പൊ അതിനുള്ള മറുപടി നോക്കിക്കുക, വായിച്ചേ. അവൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. അപ്പൊ കൊമ്പ് എന്തുവാ? 2 അനോയിന്റഡ് വൺസ്. ഉത്തരമായി. അപ്പൊ ഈ അനോയിന്റഡ് വൺസ് ആരാണ് അഭിഷിക്തന്മാർ? പല വ്യാഖ്യാനങ്ങളുണ്ട്. പൊതുവെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം കേട്ട സന്ദേശത്തിലുള്ള ബന്ധത്തിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ ഈസ്, ഈ 2 അനോയിന്റഡ് വൺസ് എന്ന് പറയുന്നതും 3-ാം അധ്യായത്തിൽ ആരെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്? മഹാപുരോഹിതനായിരിക്കുന്ന യോശുവയും. 4-ാം അധ്യായത്തിൽ ആരെ പറ്റിയാണ്? സെരുബാബേൽ എന്ന് പറയുന്ന അന്നത്തെ ഗവർണർ, അവരുടെ പൊളിറ്റിക്കൽ ലീഡറിനെയാണ്. അപ്പൊ ഈ 4-ന്റെ ലാസ്റ്റ് പറയാം 2 അനോയിന്റഡ് വൺസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണലി ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈ 2 കൊമ്പുകൾ ആരാണ്? യോശുവയും സെരുബാബേലുമാണ്. ദൈവം അപ്പോയിന്റ് ചെയ്ത, ദൈവത്തിന്റെ ആത്മാവ് നിയോഗിച്ചാക്കിയിരിക്കുന്ന ലീഡേഴ്സ് ആണെന്നുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് അവിടെ കാണുന്നത്. പക്ഷെ മറ്റൊരു വ്യാഖ്യാനം, കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആ വാക്യത്തോട് നീതി പുലർത്തുന്ന ഒരു വ്യാഖ്യാനം, ഈ പറയുന്ന 2 കൊമ്പുകൾ എണ്ണ പകർന്നു കൊടുക്കുന്ന, വിളക്ക് കെട്ടുപോകാതെ, വിളക്കിലെ വെളിച്ചം കുറയാതെ, വിളക്കിന് എണ്ണ ഈ കുടത്തിൽ പകർന്നു കൊടുക്കുന്ന കൊമ്പ് ആ കാലഘട്ടത്തിൽ പ്രവചിക്കുന്ന 2 പ്രവാചകന്മാരാ. ആരൊക്കെയാണ് അന്ന് പ്രവചിച്ചത്? ഹഗ്ഗായിയും സെഖറിയാവും. ഈ 2 പ്രവാചകന്മാരാണ് ഈ കൊമ്പുകൾ എന്നുള്ള വ്യാഖ്യാനം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് പറയാനുള്ള കാരണം ആ 14-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കണം. അതിലെ ഒരു പ്രയോഗമാണ് പ്രധാന കാരണം. ഒന്ന് വായിച്ചു 14-ാമത്തെ വാക്യം. ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ. Those who are standing
ബൈ ദ ലോർഡ്. ഈ പ്രയോഗം നമ്മൾ കഴിഞ്ഞ വട്ടം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ ഇത് വായിച്ചതാണ്. യെരമ്യാ പ്രവാചകൻ കള്ളപ്രവാചനവും ശരിയായ പ്രവചനത്തെയൊക്കെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് പറയുമ്പോൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങളിൽ ആര്, കള്ളപ്രവാചകന്മാർ ചോദിക്കുക, നിങ്ങളിൽ ആരാണ് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആലോചന കേട്ടത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം എന്താണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന അഭിഷക്തൻ. അർത്ഥം, പ്രവാചകന്മാരുടെ ഒരു അടയാളം എന്ന് പറയുന്നത് അവരെവിടെ നിൽക്കുന്നവരാ? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാ. അപ്പൊ ഇവിടെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ ഇത് അന്ന് പ്രവചിച്ച 2 പ്രവാചകന്മാരാണ്, ഹഗ്ഗായും സെക്കറിയാവും. അതിന് വേറെ കാരണങ്ങളുണ്ട്. വേറെ കാരണം, എസ്രായുടെ പുസ്തകം വായിച്ചാൽ മതി. എസ്രായുടെ പുസ്തകത്തിൽ 5-6 അധ്യായം നോക്കിയാൽ ആലയത്തിന്റെ പണി വീണ്ടും തുടങ്ങി. അത് കംപ്ലീറ്റ് ചെയ്യാൻ പ്രധാന കാരണം വഹിച്ചത് ഈ 2 പേരുടെ പ്രവചനങ്ങളാണ്. പണി മുടങ്ങിയിരുന്ന, പണി നിർത്തിയിട്ട് ജനം പല വഴിക്ക് പോയതാ. പക്ഷെ വീണ്ടും പണിയാൻ കാരണം പ്രവാചകന്മാരിൽ കൂടെയുള്ള ദൈവത്തിന്റെ അരുളപ്പാടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് കൊണ്ട് 11-ാം അധ്യായമൊക്കെ പഠിച്ച സ്ഥിതിക്ക് നമുക്കത് മനസ്സിലാക്കാം. 11-ാമത്തെ അധ്യായത്തിലും 2 ഒലിവ് മരത്തെ പറ്റി പറയുന്നുണ്ട്. ആ ഒലിവ് മരത്തെ പറ്റിയും പറയുന്നത് പ്രൊഫറ്റിക്കൽ ഫിഗേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയുന്ന കാര്യം, ഈ കൊമ്പുകൾ ഹഗ്ഗായും സെക്കറിയാവും. ഞാൻ എന്തിനാ എത്ര എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ കാണേണ്ടത് there is a connection between the Spirit of God and the Word of God through the prophets. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ നമ്മൾ കാണണം. ഈ കമ്മ്യൂണിറ്റിയിൽ എണ്ണ പകർന്ന് വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ, എണ്ണ പകരാൻ വേണ്ടി ദൈവത്തിന്റെ മീൻസ് മുഖാന്തരമാകുന്നത് പ്രവാചകന്മാരിൽ കൂടെയുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. ദി കണക്ഷൻ ബിറ്റ്വീൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആൻഡ് ദ പ്രൊഫസി. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? വചനത്തോടുള്ള നമ്മുടെ ദാഹമല്ലേ? ഇറ്റ് ഈസ് ക്ലോസ്ലി നിറ്റ്. ആത്മാവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? വചനമില്ലാതെ തോന്നുന്നല്ലോടെ പറഞ്ഞ് എല്ലോടെ തുള്ളിച്ചാടുന്നതല്ല. യെസ്, ഐ വിൽ സപ്ലൈ, ഞാൻ സപ്ലൈ ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ അതെങ്ങനാ? ത്രൂ ദ വേർഡ്സ് ഓഫ് ദ പ്രൊഫറ്റ്സ്. പണി തീർന്ന് സാധ്യതയില്ലെന്ന് ചിന്തിച്ചെടുത്ത് ഈ പ്രവാചകന്മാർ പകർന്ന ഈ ദൂതിൽ കൂടെ പണി തുടങ്ങി. അതാണ് ഈ പണിയെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം, what we must learn is, 4-ാം അധ്യായത്തിലെ സന്ദേശം, ബലഹീനരാണ്, പണിയാൻ കഴിവില്ല. ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സോഴ്സ് ഉണ്ട്. He will strengthen us by his spirit. അവിടുത്തെ ആത്മാവിനാൽ വചനത്തിലൂടെയാണെന്ന് മനസ്സിലാക്കണം. What is the need of the church today? സഭകളുടെ ആവശ്യം എന്താണ്? ഇന്നത്തെ സഭകളുടെ ആവശ്യം ഈ പവർഫുൾ കോമ്പിനേഷൻ ആണ്. എന്തുവാ പവർഫുൾ കോമ്പിനേഷൻ? The powerful combination of God's Spirit and His Word. ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും തമ്മിലുള്ള ക്രിയയാണ് സഭകളിൽ നടക്കേണ്ടത്. ഈ പുൾപിറ്റിൽ നിന്ന് നിങ്ങൾ പല ആവർത്തി കേട്ടിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. We must return to the word. വചനത്തിലോട്ട് മടങ്ങി വരണം. ആ മടങ്ങി വരവ് എങ്ങോട്ടാണെന്നറിയാമോ? ഇറ്റ് ഈസ് ടു ദ സ്പിരിറ്റ് ഫിൽഡ് പ്രൊക്ലമേഷൻ. ആത്മ നിറവിലുള്ള വചനത്തിന്റെ ഘോഷണമാണ്. ഇപ്പൊ തന്നെ പാസ്റ്റർ എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, പ്രസംഗത്തിന്റെ ഗൗരവം അവിടാണ്. ഇത് മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന പോലെ, കോളേജിൽ പിള്ളേർ പോകുന്ന പോലെ ഒരു നോട്ട്ബുക്കും ഒരു പേനയുമായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്ന മനോഭാവം അല്ല.
കുറച്ച് പേര് ക്ലാസ്സിൽ ഉറങ്ങുമല്ലോ, അതേപോലെ കുറച്ച് പേര് ഉറങ്ങി, കുറച്ച് പേര് നോട്ട് എഴുതിയുടെ നിന്റെ നോട്ട് എനിക്ക് വന്ന് തരണം, ഇന്ന് എന്തുവായിരുന്നു പ്രസംഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ അതല്ല. What is preaching then? Preaching is the means by which the Spirit will flow into the community. സമൂഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ആത്മാവിന്റെ പകർച്ച നടക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിലാണ്. Have we missed that seriousness in preaching and listening? Yes, ഞാൻ എന്നെ ഉൾപ്പെടുത്തി പറയാ. Spirit saturated expositions. ആത്മാവിൽ നിറഞ്ഞ ദൈവാലോചന, അത് കേൾക്കാനുള്ള ഒരുക്കം നമുക്കുണ്ടോ? ഇറ്റ് ഈസ് ദ മീൻസ്. ഞാൻ മുമ്പേ പറഞ്ഞ ആ മെറ്റഫോർ, ആ വിഷൻ മറക്കരുത്. ഇടമുറിയാതെ കണ്ടിന്യൂലായിട്ട് എണ്ണ ഒരുകി വരുന്നതിന്റെ കാരണം കൊമ്പുകളാ. ഞാൻ പറഞ്ഞ കൊമ്പുകള് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ദൈവദാസന്മാരാണ്. അങ്ങനെയാണെങ്കിൽ 120 വചനങ്ങൾ കേട്ട നമ്മൾ ഇന്ന് സത്യത്തിൽ എന്തോ സംഭവിക്കണം? ആ ചലനം ഉണ്ടോ പ്രിയമുള്ളവരെ? ബിക്കോസ് വി ഹാവ് ടേക്കൺ ദാറ്റ് സീരിയസ്. ഈ ദൈവസഭയുടെ വെട്ടം കുറയാതിരിക്കണമെങ്കിൽ ആത്മനിറവിലുള്ള വചന ശുശ്രൂഷയിലൂടെ receive the Spirit of God. If that has not happened, ഈ പറയുന്ന പോലെ ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞായി, അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു കുഞ്ഞായതുകൊണ്ട് മോനെ ഇരുട്ട്, എനിക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റും, അപ്പോൾ മൊത്തം ഇരുട്ടാക്കി ഉറങ്ങില്ല. അപ്പോൾ പിന്നെ ഒരു വിദ്യ ഉണ്ട്, എന്തോ ബൾബാ, 0 വോൾട്ടിൻ്റെ അത് കത്തിച്ച് 0 വോൾട്ടിൻ്റെ ബൾബ് കത്തുന്ന പോലെയുള്ള വെട്ടമേ കാണത്തുള്ളൂ. ഈ ഫ്ലോ കുറഞ്ഞാൽ, മനസ്സിലാവുന്നുണ്ടോ? മങ്ങിത്തുടങ്ങിയോ ആത്മാവിന്റെ ഒഴുക്കുണ്ടോ? Is there life in the community? The point is, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, the Spirit will empower the community. ദൈവസഭയെ ദൈവം ശക്തീകരിക്കും അവിടുത്തെ ആത്മാവിലൂടെ, അവിടുത്തെ വചനത്തിന്റെ ഘോഷണത്തിൽ. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇന്ന് രാവിലെയും കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തിയ കാര്യം ഞാൻ പറയട്ടെ. It is for us the preachers. It is for us the preachers. Sometimes I get lost in the preparation. ഇന്നലെ പാസ്റ്ററിനോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ അത്ര ഒരുങ്ങിയിട്ടില്ല, ഞാനിങ്ങനെ ഒരുങ്ങി ഒരുക്കത്തിൽ അങ്ങ് ആയിപ്പോകും, പ്രിപ്പറേഷനിൽ അങ്ങ് മുഴുകിപ്പോകും. Then the Lord asked me, Thomas, where is prayer? Yes, I am honestly speaking. ഞാൻ യഥാർത്ഥമായിട്ട് പറയാ, എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു സംഭവമുണ്ട്. You look at the Old Testament, a leader like Moses, ഒരൊറ്റ മനുഷ്യന്റെ ആജ്ഞയിൽ പുറപ്പെടുന്ന ലക്ഷങ്ങൾ. How did that happen? അവിടെ എഴുതിയേക്കുന്നത് മോശ ദൈവത്തോട് മുഖാമുഖം, ഒരു സ്നേഹിതന്റെ പോലെ മുഖാമുഖം സംസാരിക്കും. അയ്യോ, എനിക്ക് മോശയുടെ അത്രയൊന്നും ആൾക്കാരില്ല, പക്ഷെ ഞാൻ തിരക്കാം, ഞാൻ 100 പരിപാടിയിൽ ഞാൻ തിരക്കാം. ബട്ട് ലുക്ക് അറ്റ് മോസസ്. പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുക. ദിസ് ഈസ് വാട്ട് ദ ലോർഡ് റിമൈൻഡഡ് മീ ദിസ് മോർണിംഗ്. ഇഫ് യു റീഡ് എക്സോഡസ് ചാപ്റ്റർ 32-33, പാളയത്തിന്റെ പുറത്ത് ദൈവത്തെ മീറ്റ് ചെയ്യുന്ന ഒരു ടെന്റ് ഉണ്ടായിരുന്നു. പാളയത്തിൽ വലിയ തിരക്കാണ്, വലിയ ബഹളമാണ്. പക്ഷെ to listen to the sweet whisper of God, he used to go to the tent and God just asked me, where is your tent? എവിടാ നിന്റെ കൂടാരം? It's not just for us preachers, ഞങ്ങൾ അത് എടുക്കുകയാണ്, but I am asking to the people as well, where is the tent? ദൈവത്തെ കാണുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്കൊറ്റയ്ക്കിരിക്കുന്ന സ്ഥലം എവിടാ? പൗലോസ് പറയുന്നത് പുതിയ നിയമത്തിൽ പ്രസംഗത്തിനുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, Paul said that you pray for me. ഞാൻ വായ് തുറക്കുമ്പോൾ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ, എനിക്ക് വചനം ലഭിക്കേണ്ടതിന് പ്രാർത്ഥന അപേക്ഷിച്ചെങ്കിൽ പ്രസംഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലയോ? ഞാൻ ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. We may be deceived because we have good preachers, not one. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ശക്തന്മാർ നമുക്കുള്ളത് കൊണ്ട്. You may think that we will preach on our own strength. It doesn't happen. It doesn't happen like that. ഞാൻ പറയട്ടെ, ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇവിടെ വന്നതെങ്കിൽ, ദൈവവചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമെന്നുള്ള തീക്ഷ്ണതയില വന്നെങ്കിൽ, ഐ ഡോണ്ട് തിങ്ക് ഈ ലാഘവത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. Let us get serious and let us pray that the Spirit will flow into the community as our pastors preach. നമ്മുടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവസഭയിൽ വലിയ ചലനങ്ങൾ സംഭവിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രാർത്ഥിക്കു പ്രിയമുള്ളവരെ. ഈ സൺഡേ വന്ന് ഉറങ്ങിയിരിക്കുന്ന ഉഴപ്പിയിരിക്കുന്ന അവസ്ഥകൾ മതിയാക്കിയിട്ട് ദൈവശബ്ദം കേട്ട് ആത്മശക്തിയിൽ മടങ്ങുന്ന അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. That is the need. That is the need. Paul wanted church prayers. We need prayers. Let us all corporately pray together. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയാം. അടുത്ത ആഴ്ച നമുക്ക് കൺവെൻഷനുകൾ നടക്കുക. We need results and for that we must battle in prayer. പ്രാർത്ഥനയിലുള്ള പോരാട്ടമാണിത്. പ്രാർത്ഥന കുറഞ്ഞാൽ പ്രോഗ്രാം നടക്കത്തേയുള്ളൂ. We have VBS, but we need result. ഫലമുണ്ടാകണം. അതിന് പ്രാർത്ഥന കാണിക്കുന്നത് എന്താ? ലോർഡ്, our source is you. കർത്താവേ, ഞങ്ങളുടെ സോഴ്സ് അങ്ങയുടെ ആത്മാവ് മാത്രമാണ്. ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രം നടക്കുന്നതാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇതിനു മുമ്പ് ധ്യാനിച്ചിട്ടുണ്ട്. അസ്ഥിത്താഴ്വരകളിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ ജീവിപ്പിച്ചതെന്താ? You preach the word, you prophesy to the wind. വചനം നീ പ്രസംഗിക്ക്, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്ക്. വചനത്തിന്റെ പ്രസംഗവും ആത്മാവിന്റെ പകർച്ചയിൽ ജനം വിടുവിക്കപ്പെടുന്നത് we will see it. ആത്മാവിന്റെ ചലനം നമുക്കുണ്ടാവണമെന്നേ. ഇത് പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മയല്ലേ? ഇവിടെ ആത്മപ്രവർത്തനയ്ക്ക് സാമ്പ്രയമുണ്ട്. ഞാനിതിന് മുൻപേ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ധ്യാനിച്ചപ്പോൾ പറഞ്ഞത്, വാട്ട് ഈസ് ഗോഡ് ഗോയിങ് ടു ഡു? ഗോഡ് നിന്റെ വായിൽ പ്രവചിക്കാനുള്ള സന്ദേശം ഞാൻ നൽകാം. അതോടൊപ്പം പറയാണ്, ഐ വിൽ വാച്ച് ഓവർ. നീ പറയുന്ന വചനം പൂർത്തീകരിക്കാൻ ഇതിന്റെ പുറകിൽ ജാഗരിക്കാമെന്ന് പറഞ്ഞ ദൈവം. You know, we have preachers, but let us pray that the community will be soaked in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ജനം മുങ്ങുന്ന നിലയിൽ ആത്മാവിന്റെ നദി നമ്മുടെ മധ്യത്തിൽ ചലിക്കുന്നതാകട്ടെ. ഓരോ വചന ശുശ്രൂഷയും അതിനൊരുക്കം ആവശ്യമാ, അതിന് ദാഹം ആവശ്യമാ. Only there the Lord will pour His Spirit. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിലെ സന്ദേശം ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ഇത് ദൈവത്തിൻ്റെ. അപ്പൊ 4-ാം അധ്യായത്തിലെ പ്രശ്നം ശക്തിയില്ല, പണി പൂർത്തീകരിക്കാൻ സോഴ്സ് ഇല്ല. സോഴ്സ് മുടങ്ങാതെ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ നൽകുമെന്നാണ് ഇവിടെ ദൂത് പറയുന്നത്. പണി തുടങ്ങിയത് നീയല്ലേ, തുടങ്ങിയത് പാതി വഴിക്ക് ഇട്ടേച്ചു പോകേണ്ടി വരത്തില്ല. ഇത് പൂർത്തീകരിക്കാൻ നിനക്ക് ബലം നൽകുമെന്ന് സെരുബാബേലിനോട് എൻകറേജ്മെന്റ് ആയിട്ട് ദൈവാത്മാവ് പറയും. ഇൻ കൺക്ലൂഷൻ, 2 കാര്യമാണ് ഞാൻ 3-4 അധ്യായത്തിൽ നിന്ന് പറഞ്ഞത്. ഒന്ന് ക്ലെൻസിങ് ആൻഡ് 4-ാമത്തെ അധ്യായം എംപവർമെന്റ്, ശുദ്ധീകരണവും ശക്തീകരണവും. എംപവർമെന്റ് ബൈ ദ സ്പിരിറ്റ്, ക്ലെൻസിങ് ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്. പ്രാർത്ഥിക്കാമോ? ലോർഡ്, കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ആ ഇൻസൈഡ് ഔട്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി.
അത് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നി. ശരിയല്ലേ? ലോർഡ്, മേക്ക് മീ ക്ലീൻ, മേക്ക് മീ ക്ലീൻ, മേക്ക് മീ ഹോളി. നമ്മളാരും തികഞ്ഞവരില്ല, ഞാനും തികഞ്ഞിട്ടൊന്നുമല്ല പ്രസംഗിക്കുന്നത്. പക്ഷെ ആ കൊതിയുണ്ടോ? ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ പണികൾ മുന്നോട്ട് പോകാൻ നമ്മുടെ കരങ്ങൾ ശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങൾ ശുദ്ധമായി കാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമുക്ക് നൽകട്ടെ. May the Lord touch our lives today. ഞാൻ ഇത്ര നേരം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ പറഞ്ഞ പോലെ യു അപ്ലൈ ഇറ്റ് പേഴ്സണലി ആസ് വെൽ. വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് ഇത് അപ്ലൈ ചെയ്യും. നമ്മളെ ഓരോരുത്തരെയും പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. ഡിവൈൻലി ഓർഡേർഡ് പർപ്പസസ് ഓഫ് ഗോഡ്. ദൈവം എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ. അതിനെതിരെ വെല്ലുവിളികളുണ്ട്, അതിനെതിരെ മല പോലെയുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷെ ആത്മാവിൽ ആശ്രയിക്കാൻ തയ്യാറാകുമ്പോൾ ഈ മലകൾ എന്തോ ആകും? സമഭൂമിയാകും. ഇൻഡിവിജ്വലി യു ടേക്ക് ഇറ്റ്. കുടുംബങ്ങളായിട്ട് എടുക്ക്. ആത്മീക മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന, നിന്നെ മുന്നോട്ട് വിടാതെ ബന്ധിച്ചിരിക്കുന്ന പിശാചിന്റെ വെല്ലുവിളികൾ ആത്മാവിന്റെ പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യമാകും. ഇത് പറയുമ്പോൾ തന്നെ സംടൈം ഇറ്റ് ക്യാൻ ബി സിൻസ്. പുറത്തു പറയാൻ പറ്റാത്ത പാപങ്ങളായിരിക്കാം, പുറത്തു വരാൻ കഴിയാത്ത അഡിക്ഷൻസ് ആകാം. ആവർത്തിച്ച് ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ. Trust the Lord, He will set you free. Whatever it is, mountains of difficulties, പർവ്വതം പോലെ നിൽക്കുന്ന വെല്ലുവിളികൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ സമഭൂമിയായി തീരും. Can we close our eyes for a moment? നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. Let's take a moment in prayer. ഇന്ന് പ്രഭാതത്തിലും കർത്താവ് ഞങ്ങളോട് അവിടുത്തെ ആത്മാവിനാൽ ഒന്ന് തൊടണമേ. Let the presence of God be evident. ദൈവവചന ശുശ്രൂഷ ക്ലാസ്സിൽ നോട്ട് കേട്ട് കുറെ അറിവുകൾ സമ്പാദിച്ച് പോകാനല്ല. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇതിൻ്റെ സോഴ്സ് ദൈവമാണ്. ദൈവം സഭയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മീൻസാണ് ദൈവത്തിൻ്റെ വചനമെന്ന് തിരിച്ചറിയുക. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകളും. ലെറ്റ് ഓൾ ദ ഐസ് ബി ക്ലോസ്ഡ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥനയിൽ നമുക്ക് സഹകരിക്കാം. ഒരു ശുദ്ധീകരണം ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം നമ്മുടെ മധ്യത്തിൽ ഇന്ന് സംഭവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ഈ സഭയുടെ പണികൾ ഇനിയും മുന്നോട്ട് പോകും. ഇതൊരു പ്ലാറ്റ്ഫോം എന്ന് വേണം. The Lord will do greater things.